ഫോം ബോർഡ്, കാർഡ്ബോർഡ്, ക്യാൻവാസ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫോം ബോർഡാണ്. ശരിക്കും പറയാനാണെങ്കിൽ ഈ ഒരു സാധനം തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള റീസൺ ഈ ഒരു വാട്ടർ കളർ ട്യൂബ്സ് ആണ്. പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഡ്രോയിങ് ക്ലാസ്സിനും വെജിറ്റബിൾ പ്രിന്റിങ്ങിനും ഫാബ്രിക് പെയിന്റിങ്ങിനും അങ്ങനെ കുറെ പരിപാടിക്കൊക്കെ ഞാൻ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ കളർ ട്യൂബ്സും ഫാബ്രിക് പെയിന്റും അക്രിലിക് പെയിന്റും ഒക്കെ ഇഷ്ടംപോലെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഫുള്ള് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ബോട്ടിൽ പെയിന്റ് മാത്രമേ അധികം യൂസ് ചെയ്യാറുള്ളൂ. കയ്യിലുണ്ടായിരുന്ന വാട്ടർ കളർ ട്യൂബ്സ് ഒക്കെ ഫുള്ള് ഡ്രൈ ആയി പോയി. കഴിഞ്ഞ ദിവസം കുറച്ച് ബൊക്കെ ഷീറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു ട്യൂബ് പെയിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചു. ആക്രാന്തം മൂത്ത് വലിയ സാധനമൊന്നും വാങ്ങാൻ നിന്നില്ല. ആദ്യം ചെറുത് വാങ്ങാം, അത് വെച്ച് വലുതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലുത് വാങ്ങാന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. ഇന്ന് പിന്നെ അത് ഫ്രണ്ടിൽ ഇരിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഈ ടിഷ്യൂ പേപ്പറൊക്കെ കുതിർത്ത് കുഴച്ചെടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, നമ്മൾ ഇന്നൊരു ടെക്സ്ചർ ആർട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂ ആർട്ട് എന്ത് വേണേൽ വിളിക്കാം. ഇതുപോലെ പെയിന്റ് കൊണ്ട് ഗ്രേഡിയൻ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഈസി ആട്ടോ. അവിടെ ഇവിടെയും കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് പെയിന്റ് ബ്രഷ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ സ്കൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡാർക്കും ലൈറ്റും ആയിട്ടൊക്കെ കിടന്നാലാണ് നല്ല രസം. അപ്പോൾ പിന്നെ നമ്മുടെ ടിഷ്യൂ ആയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റ് സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.